ഹായ് യെസ് എസ് ജെ ആണ്. ദ ബോൾ പോയതിലെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 2024 എന്തെല്ലാം ചോദിച്ചു നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് പോയറ്റിക് ലൈൻസ് തന്നിട്ട് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ എ വേൾഡ് ഓഫ് പൊസിഷൻസ് പീപ്പിൾ വിൽ ടേക്ക് ബോൾസ്, ബോൾസ് വിൽ ബി ലോസ്റ്റ് ഓൾവേസ്, ലിറ്റിൽ ബോയ് എന്ന് തുടങ്ങുന്ന ആ ലൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ചോദ്യം നമ്പർ 1, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് വൺ വേർഡ്. ഓക്കെ, ഒരു വൺ വേർഡ് എഴുതാനാണ്. നോക്കാം. When the speaker says people will take balls, balls will be lost always, little boy എന്ന് പറയുന്നത് his tone is what? അദ്ദേഹത്തിന്റെ ടോൺ എന്താണെന്നാണ് ചോദ്യം. യെസ്, his tone is resigned അല്ലെങ്കിൽ dissolution എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഓർത്ത് വെക്കുക, അതിനോട് അക്സെപ്റ്റ് ചെയ്യുക, അതൊരു ഫെയ്റ്റ് ആണ്, മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. The poet says that money is external. Second question ആണ്. The poet says that money is external. Money എന്ന് പറയുന്നത് എന്താണ്? External factor ആണ്. Okay, what inference can be drawn from this statement? ഇതൊരു 40 വേർഡ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം എഴുതണം നമ്മൾ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? The poet says that money is external. പോയറ്റ് പറയുന്നുണ്ട് മണി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, അത് മണിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെ? ഇമോഷണലി ഉള്ള നമ്മുടെ ഫീലിങ്സിനെ ഒരിക്കലും വാങ്ങിക്കാൻ മണിക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ളതാണ് അവിടെ പറയുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം. The inference drawn from the poet's statement that money is external is that material wealth cannot compensate for emotional losses. ഇമോഷണൽ ലോസസിനെ നമുക്ക് നികത്താൻ സാധിക്കില്ല. എന്ത്? ഈ പറയുന്ന പണം കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ വെൽത്ത് കൊണ്ട്. ഓക്കെ, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ട്രൂ വാല്യൂ ഓഫ് സെന്റിമെന്റൽ പൊസിഷൻസ് cannot be replaced or restored with monetary means. Monetary means with the money means. Okay, next question. Which of the following best describes the speaker's attitude towards material possessions? Material possessionsനോടുള്ള, മോണിറ്ററി ആയിട്ടുള്ള വാല്യൂസിനോടുള്ള പോയറ്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് നിങ്ങൾ പറയണം. ഇൻഡിഫറൻറ്റ്, ഇമോഷണൽ, കാഷ്വൽ, റെസ്പെക്ട്ഫുൾ, ഏതാണ്? യെസ്, ഡെഫിനറ്റ്ലി അത് നമുക്കറിയാം. ഹി ഈസ് ഇൻഡിഫറൻറ്റ്. അദ്ദേഹത്തിന് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട്? മെറ്റീരിയൽ പൊസിഷൻസിനോട്. റെഡി അല്ലേ? നെക്സ്റ്റ്. Identify the poetic device used in and no one buys a ball back. ആ ലൈൻ്റെ അകത്ത് ഏത് പോയറ്റിക് ഡിവൈസ് ആണത്? no one buys a ball back എന്ന് പറയുന്നതിൽ ബ് സൗണ്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. കോൺസണന്റ് സൗണ്ട് ആണ്. ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും? alliteration ആയിരിക്കും, അല്ലെ? alliteration ആണ് the poetic device used in the given lines is alliteration. The alliteration is the poetic device where consecutive words in a sentence or phrases begin with the same consonant sound. Example, buys a ball back. b സൗണ്ട് ആവർത്തിച്ച് വരുന്നു, കോൺസണന്റ് സൗണ്ട് ആണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? alliteration ആണെന്ന് പറയാം. റെഡി അല്ലേ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ചോദിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് എന്നുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ പോയറ്റിക് ലൈൻസ് എന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. വാട്ട് ഇസ് ദ ബോയ് നൗ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ബോൾ? വാട്ട് ഇസ് ഹീ ടു ഡു? ഐ സോ ഇറ്റ് ഗോ എന്ന് പറയുന്ന ലൈൻസ് ആണ്. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ വാട്ട് ഇസ് ഹീ ടു ഡു? ഡു നോട്ട്. എന്താണ് ആ ഒരു എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത്? ലോസ് ഓഫ് ദ ബോൾ ആണോ? ആസ് ദ പോയറ്റ് ഫോർ അനദർ ബോൾ ആണോ? ബോയ്സ് ഗ്രീഫ് ഓവർ ദ ലോസ് ഓഫ് ദ ബോൾ ആണോ? അല്ലെങ്കിൽ എന്താ ഗോ ഡൗൺ ദ സ്ട്രീറ്റ് ആണോ? അല്ലെ, ഏതാണ് അതിൽ ഓപ്ഷൻ? ഏറ്റവും കറക്റ്റ് ദ ബോയ്സ് ഗ്രീവ് ഓവർ ദ ലോസ് ഓഫ് ബോൾ ആണ് നമുക്ക് ആൻസർ പറയാം, അല്ലെ? ദ ബോയ്സ് ഗ്രീവ് ഓവർ ദ ലോസ് ഓഫ് ബോൾ ആണ് നമ്മുടെ ആൻസർ. റെഡി അല്ല? അത് ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. വാട്ട് ഇസ് ദ ബോയ്? അതിൻ്റെ നഷ്ടത്തിലാണ്. നെക്സ്റ്റ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ദ പോയറ്റ് വാസ് ഡിലൈറ്റഡ് ടു വാച്ച് ദ ബോൾ ബൗൺസിങ് ഡൗൺ ദ സ്ട്രീറ്റ് ഇൻ ടു ദ വാട്ടർ. പോയറ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ബോൾ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. തെറ്റല്ലേ? ഹാപ്പി അല്ലായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. ദ പോയറ്റ് റിപ്പീറ്റ്സ് ദ വേർഡ് വാട്ട്. ആ ലൈൻ നോക്കൂ. വാട്ട് ഹീസ്, അത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈസ് in order to dash. എന്താ? The poet repeats the word what in order to emphasize on his statement. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ, ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ റിപ്പീറ്റിംഗ് വേർഡ്സ്, അതുപോലെ തന്നെ ചില ലൈൻസ് ഒക്കെ നമ്മൾ പോയത്തിൽ എന്ത് ചെയ്യാറുണ്ട്? റിപ്പീറ്റ് ചെയ്യാൻ, റിഫ്രെയിൻ എന്നൊക്കെ പറയും. അതൊന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണോ ആ സ്റ്റേറ്റ്മെന്റിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സെയിം പോയത്തിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്.
there is no use to say, oh, there are other balls, indicates that the poet feels that it would be dash to console the boy. മോനെ വേറെയും ബോളുകൾ ഉണ്ടല്ലോ അല്ലെ, കടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നീ എന്തിനാ കരയുന്നത് എന്ന് പോയിട്ട് പറയാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അവനെ അങ്ങനെ poet feels that it would be dash to console him. അവനെ കൺസോൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നർത്ഥമാണ് വേണ്ടത് അല്ലെ. അവനെ കൺസോൾ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അവനെ ആശ്വസിപ്പിക്കാൻ കഴിയൂല. വേറെ ബോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പോയിട്ട് പറയുന്നതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള വേർഡ് ബിക്കോസ് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ എന്നൊരിക്കലും വരില്ലല്ലോ. സഹായകരമാവും അവനെ കൺസോൾ ചെയ്യാൻ, അല്ല, അതല്ല. ഫ്യൂട്ടൈൽ ആണ് കറക്റ്റ് ആൻസർ. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വ്യർത്ഥമാണ്, വെറുതെയാണ് എന്നർത്ഥം. ഓക്കെ, വെറുതെയാണ്, അവനെ കൺസോൾ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. ഓക്കെ, there are other balls indicates that the poet feels that if it would be dash to console the boy. അവനെ കൺസോൾ ചെയ്യുന്നത് കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Which feelings is expressed in the line, what is the boy now who has lost his ball? ഏതാണ്? റിഗ്രറ്റ് ആണോ, ചിയർ ആണോ, ദെൻ ഡെസ്പയർ ആണോ, ത്രിൽ ആണോ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഫീലിംഗ് എക്സ്പ്രസ്ഡ് ഇൻ ദ ലൈൻ വാട്ട് ഈസ് ദ ബോയ് നൗ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവന് സങ്കടമായിരിക്കും അല്ലേ. ഡെസ്പയർ ആണ്, നിരാശയാണ്, അവൻ്റെ ബോൾ നഷ്ടപ്പെട്ടതിലുള്ള വിഷമമാണ് അവന്. നെക്സ്റ്റ് 2021-22 ക്വസ്റ്റ്യൻ ആണ്. After losing the ball, the boy became sad, felt angry, learned a lesson, went for another ball. ഏതാണ് കറക്റ്റ്? സി തന്നെയാണ്, learnt a lesson. ഒരു പാഠം അവൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ അവൻ്റെ നഷ്ടത്തിൻ്റെ പാഠം അവൻ പഠിക്കുകയാണെന്നാണ് ഓഥർ പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ആണെന്ന് തോന്നുന്നു. I would not intrude on him, and a dime another ball is worthless. Now he senses his first responsibility എന്ന് തുടങ്ങുന്ന ലൈൻസ് ആണ്. Who is him? ഫസ്റ്റ് ലൈൻ നോക്കുക. I do not intrude on him. ഞാൻ അവൻ്റെ മേലെ ഇൻട്രൂഡ് ചെയ്യില്ല. അവൻ ആരാണ്? സിമ്പിൾ, ബോയ് ആണ്. The little boy who lost his ball അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why won't I intrude on him? എന്തുകൊണ്ടാണ് ഐ എന്ന് പറഞ്ഞ പോയിറ്റ് അവനെ ഇൻട്രൂഡ് ചെയ്യാത്തത്? I want him to face the situation because the poet want him to face the situation. എപ്പോഴും അവനെ സഹായിക്കാൻ ആരുണ്ടാവില്ല. നഷ്ടങ്ങൾ എന്താണെന്ന് അവൻ പഠിക്കണം, ആ സിറ്റുവേഷൻ അവൻ ഫേസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൂഡ് ചെയ്തത്. നെക്സ്റ്റ്, ഐ സീംസ് ടു ബി ഡാഷ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഐ സീംസ് ടു ബി സെൻസിബിൾ ആണ്. ഐ എന്ന് പറയുന്ന പോയിന്റ് സെൻസിബിൾ ആണ്. നെക്സ്റ്റ്, വൈ ഡസ് നോ വൺ ബൈ എ ബോൾ ബാക്ക്? എന്തുകൊണ്ടാണ്? ദ ബോയ് ഷുഡ് ലേൺ ടു ബി കെയർഫുൾ. വൈ ഡസ് നോ വൺ ബൈ എ ബോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ആരും കുട്ടിക്ക് ബോൾ വേറെ വാങ്ങിക്കൊടുക്കുന്നില്ല. എന്താ കാരണം? അവൻ കുറച്ചുകൂടെ കെയർഫുൾ ആവാനുള്ള ലെസൺ പഠിക്കണം. അവൻ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നതിൻ്റെ എന്താ പറയുക, നമ്മുടെ പൊസിഷൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു പാഠവും അവൻ പഠിക്കണം അല്ലേ. വിച്ച് വേർഡ് ഇസ് ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് വർത്ത്ലെസ്? വർത്ത്ലെസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. അതേതാണ്? വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ വാല്യൂബിൾ എന്ന വേർഡാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു മീനിങ് കറക്റ്റായിട്ട് വരുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പോയറ്റിക് എക്സ്ട്രാക്ട് തന്നിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും. സോ ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ക്വസ്റ്റ്യൻസ് എന്താണ് കറക്റ്റായിട്ട് വായിച്ച് ആ പോയറ്റിക് ലൈൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം ഒരു പോയം പഠിക്കുന്നു, ആ പോയത്തിൻ്റെ ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇങ്ങനെ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതുപോലെ ഏതെല്ലാം ചാപ്റ്റേഴ്സിൻ്റെ PYQ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വരിക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.